Good morning. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമേഷൻ ഇൻ ടൈം റാഡിക്സ് ടു FFT ആണ്. അപ്പം നമുക്ക് ഡെസിമേഷൻ ഇൻ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഷോർട്ടാക്കിയിട്ട് DIT എന്ന് വിളിക്കാം. ഡെസിമേഷൻ ഇൻ ടൈം റാഡിക്സ് 2 ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. റാഡിക്സ് ടു FFT. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ FFTനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. FFT അപ്പോൾ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഈസ് എ മെത്തേഡ് ഫോർ കമ്പ്യൂട്ടിംഗ് ദ DFT വിത്ത് റെഡ്യൂസ് നമ്പർ ഓഫ് കാൽക്കുലേഷൻസ്. അപ്പം റാഡിക്സ് ടു FFT ആവുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടാവുന്ന n പോയിൻറ്റ് സീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യും? റാഡിക്സ് 2 എന്ന് പറഞ്ഞത്. അപ്പോൾ 2 പോയിൻറ്റ് സീക്വൻസസ് ആക്കിയിട്ട് നമ്മളതിനെ ഡെസിമേറ്റ് ചെയ്യും. 2 പോയിൻറ്റ് സീക്വൻസസ്. ഇനി ഈ 2 പോയിൻറ്റ് സീക്വൻസസ് യൂസ് ചെയ്തിട്ട് ഫ്രം ദീസ് 2 പോയിൻറ്റ് സീക്വൻസസ് വി കമ്പ്യൂട്ട് ദ DFT ഓഫ് ദീസ് 2 പോയിൻറ്റ് സീക്വൻസസ്. ഈ 2 പോയിൻറ്റ് സീക്വൻസിൻ്റെ DFT കാൽക്കുലേഷൻ നടത്തും. ഫ്രം ദ DFT ഓഫ് ദീസ് 2 പോയിൻറ്റ് സീക്വൻസസ് വി കാൽക്കുലേറ്റ് ദ 4 പോയിൻറ്റ് DFT. From the DFT of 4 point sequences we compute 8 point DFTs. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? അപ് ടു n പോയിൻറ്റ് DFT വരെ നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേഷൻസ് നടത്തും. ഇതാണ് റാഡിക്സ് ടു FFT അൽഗോരിതത്തിൻ്റെ അകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജനറലി ഉള്ള ഒരു മെത്തേഡാണിത്. റാഡിക്സ് 2ന് FFTക്കകത്ത് n പോയിൻറ്റ് സീക്വൻസിന് 2 പോയിൻറ്റ് സീക്വൻസസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ 2 പോയിൻറ്റ് സീക്വൻസിൻ്റെ DFT കാൽക്കുലേഷൻസ് നടത്തും. ഫ്രം ദ റിസൾട്ട് ഓഫ് 2 പോയിൻറ്റ് DFTs 4 പോയിൻറ്റ് DFTs ആർ കാൽക്കുലേറ്റഡ് ആൻഡ് ഫ്രം ദ റിസൾട്ട് ഓഫ് 4 പോയിൻറ്റ് DFTs 8 പോയിൻറ്റ് DFTs ആർ കാൽക്കുലേറ്റഡ് അപ് ടു n പോയിൻറ്റ് DFTs. ദീസ് ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻസ് ആർ കമ്പ്യൂട്ടഡ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റാഡിക്സ് ടു FFT അൽഗോരിതം ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കറിയാവുന്ന DFT ഇക്വേഷൻ ഇപ്പം നമ്മൾ പറഞ്ഞു 2 പോയിൻറ്റ് സീക്വൻസിൻ്റെ DFT കാൽക്കുലേഷൻ നടത്തണമെന്ന് പറഞ്ഞു. അപ്പം DFT ഇക്വേഷനാണ് x ഓഫ് k ഈക്വൽ ടു സമ്മേഷൻ n0 ടു n-1 x of n e raised to minus j 2 pi n k divided by n എന്ന് പറയുന്നത്. ഇതിൽ e raised to minus j 2 pi n k by n എന്ന് പറയുന്ന ടേം ഇതിൽ ഫേസ് ഡിറ്റർമൈനിങ് ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഫേസ് ഫാക്ടർ ഓർ ടുഡിൽ ഫാക്ടർ എന്നൊക്കെ വിളിക്കും. അപ്പം ഇതിനെ നമുക്ക് ഈ രീതിക്ക് അറേഞ്ച് ചെയ്തെഴുതാം. WNNK. ഇതിൽ W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ e raised to minus j 2 pi ആണ്. അപ്പം e raised to minus j 2 pi nk by n. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? WNK എന്ന് വിളിക്കുന്നത്. ഇതിന് ഫേസ് ഫാക്ടർ ഓർ ടുഡിൽ ഫാക്ടറാണിത്. ഫേസ് ഫാക്ടർ ഓർ ടുഡിൽ ഫാക്ടർ. ഫേസ് ഫാക്ടർ ഓർ ടുഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഫേസ് ഡിറ്റർമൈനിങ് ഫാക്ടറാണ്. അപ്പം നമുക്ക് എക്സ് ഓഫ് കെനെ എങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതാം? എക്സ് ഓഫ് കെ ഈക്വൽ ടു സമ്മേഷൻ n0 ടു n-1 എക്സ് ഓഫ് n ഇൻറ്റു WNNK എന്ന് പറഞ്ഞ് നമുക്കിതിനെ റീപ്ലേസ് ചെയ്ത് എഴുതാം. ടുഡിൽ ഫാക്ടർ ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ എഴുതാം. ഇനി ഇതിൻ്റെ അകത്ത് 4k ഈക്വൽ ടു ഏതൊക്കെയാണ് വാല്യൂസ് വരുന്നത്? 0, 1 എക്സെട്ര അപ് ടു n-1 വരെ നമുക്കതിൻ്റെ വാല്യൂസ് എടുക്കാം. കെൻ്റെ വാല്യൂസ് 0, 1, 2 എക്സെട്ര അപ് ടു n-1 വരെ നമുക്ക് എടുക്കാം. സാധാ DFT തന്നെ. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മളിപ്പം റാഡിക്സ് ടു FFT അൽഗോരിതം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻപുട്ട് സീക്വൻസിന് n പോയിൻറ്റ് സീക്വൻസ് എന്ന് പറയും. നമുക്ക് എക്സ് ഓഫ് n എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഈ എക്സ് ഓഫ് n സീക്വൻസിന് അല്ലെങ്കിൽ n പോയിൻറ്റ് സീക്വൻസിന് റാഡിക്സ് 2 ആണെങ്കിൽ 2 പോയിൻറ്റ് സീക്വൻസ് ആക്കിയിട്ട് ഡെസിമേഷൻ നടത്തും. അതിൽ നിന്ന് 4 പോയിൻറ്റ് സീക്വൻസ്, ദെൻ 8 പോയിൻറ്റ് സീക്വൻസ്, അങ്ങനെ പറഞ്ഞു. അപ്പം ഈ എക്സ് ഓഫ് n സീക്വൻസിന് n പോയിൻറ്റ് സീക്വൻസിന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്
F1 ഓഫ് n എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ F2 ഓഫ് n എന്ന് പറയുന്ന ഇൻപുട്ട് സാമ്പിൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം ഇവിടെ എക്സ് ഓഫ് n എന്ന് പറയുന്ന n പോയിൻറ്റ് സീക്വൻസ് ആണ്. ഈ n പോയിൻറ്റ് സീക്വൻസിന് നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പം ഇത് എത്രയായി മാറും? n/2 പോയിൻറ്റ് സീക്വൻസ് ആയി മാറും. അതേപോലെ തന്നെ F2 ഓഫ് n എന്ന് പറയുന്നത് n/2 പോയിൻറ്റ് സീക്വൻസ് ആയി മാറും. ഈ F1 ഓഫ് n-നെയും F2 ഓഫ് n-നെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ബേസിക് ഫാക്ടർ എന്ന് പറയുന്നത് F1 ഓഫ് n ഈക്വൽ ടു എക്സ് ഓഫ് 2n ഈവൻ ഓഡ് സാമ്പിൾസ് ആക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പം അതേപോലെ F2 ഓഫ് n ഈക്വൽ ടു എക്സ് ഓഫ് 2n പ്ലസ് 1 നമുക്ക് പറഞ്ഞ് ഡിവൈഡ് ചെയ്യാം. ഇത് ഈവൻ, ഇത് 2n പ്ലസ് 1 എന്ന് പറയുമ്പം ഓഡ് വാല്യൂസ്. അപ്പോൾ ഈ F1 ഓഫ് n-ൻ്റെ DFTനെ നമുക്ക് F1 ഓഫ് k എന്ന് വിളിക്കാം. F2 ഓഫ് n-ൻ്റെ DFTനെ F2 ഓഫ് k എന്ന് വിളിക്കാം. ഇവിടെ F2 ഓഫ് kയുടെ വാല്യൂസ്, kയുടെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ ഉണ്ടാവും? 0, 1, 2 എക്സെട്ര അപ് ടു, ബട്ട് നമ്പർ ഓഫ് സാമ്പിൾസ് n/2 അല്ലേ, അപ് ടു n/2 മൈനസ് 1 വരെ, n/2 മൈനസ് 1 വരെ പോസിബിളാണ്. അതേപോലെ തന്നെ ഇവിടെ k ഈക്വൽ ടു 0, 1 എക്സെട്ര അപ് ടു n/2 മൈനസ് 1 വരെ പോസിബിളാണ്. ഇനി എഗെയിൻ നമുക്ക് ഡെസിമേഷൻ നടത്തണം അപ് ടു n പോയിൻറ്റ് സീക്വൻസസ് വരെ. അപ്പോൾ F1 ഓഫ് n നമുക്ക് ഇങ്ങനെ എഗെയിൻ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ F1 ഓഫ് n എഗെയിൻ ഡിവൈഡ് ചെയ്യുമ്പം നമുക്കിതിനെ V11 ഓഫ് n അതേപോലെ തന്നെ V12 ഓഫ് n എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യാം. ഇവിടെ n/2 സാമ്പിൾസ് ആയിരുന്നു. ആ n/2 സാമ്പിൾസിനെ എഗെയിൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര സാമ്പിൾസ് വരും? n/4 സാമ്പിൾസ് വരും. അതേപോലെ തന്നെ ഇവിടെയും n/4 സാമ്പിൾസ് വരും. ഇനി V11 ഓഫ് n എന്ന് പറയുന്നത് നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ബേസിക് എന്ന് പറയുന്നത് F1 ഓഫ് n നമ്മൾ എഗെയിൻ ഈവൻ ഓഡ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ V11 ഓഫ് n നമുക്ക് ഈവൻ സാമ്പിൾസ് F1 ഓഫ് 2n എന്ന് പറഞ്ഞ് വിളിക്കാം. അതേപോലെ V12 ഓഫ് n നമുക്ക് എങ്ങനെ വിളിക്കാം? F1 ഓഫ് 2n പ്ലസ് 1 എന്ന് പറഞ്ഞ് വിളിക്കാം. അതേപോലെ F2 ഓഫ് n നമുക്ക് ഡിവൈഡ് ചെയ്തൂടെ? അപ്പോൾ F2 ഓഫ് n ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഈവൻ ഓഡ് ആക്കിയിട്ട് വിളിക്കാം. അപ്പോൾ F2 ഓഫ് 2n ഇവിടെ F2 ഓഫ് 2n പ്ലസ് 1 വരും. അപ്പം F2 ഓഫ് 2n എന്ന് പറയുമ്പം ഇതേ കേസ് പോലെ ഇവിടെ n/4 സാമ്പിൾസ് വരും. ഇതിൻ്റെ അകത്തും n/4 സാമ്പിൾസ് വരും. ഇനി F2 ഓഫ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് F2 ഓഫ് 2n F2 ഓഫ് 2n നമ്മൾ വിളിക്കുന്ന പേരാണ് V21 ഓഫ് n. ഇവിടെ നമ്മൾ വിളിക്കുന്ന പേരാണ് V22 ഓഫ് n. ഇനി നോക്കിയേ, ഈ V11 ഓഫ് n DFT നമുക്ക് എങ്ങനെ വിളിക്കാം? V11 ഓഫ് k എന്ന് വിളിച്ചൂടെ? V11 ഓഫ് k. അതേപോലെ V12 ഓഫ് n DFT നമുക്ക് എന്ത് വിളിക്കാം? V12 ഓഫ് k. ഇനി V21 ഓഫ് n DFT നമുക്ക് എന്ത് വിളിക്കാം? V21 ഓഫ് k. അതേപോലെ V22 ഓഫ് n DFT നമുക്ക് V22 ഓഫ് k എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം F2 ഓഫ് 2n പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് DFTയുടെ ഇക്വേഷൻസ് ഇപ്പം നമ്മൾ ജനറലി എന്തൊക്കെ ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്കിതിന് ഇൻ ടേംസ് ഓഫ് DFT ഇതിൻ്റെ ഓരോ സ്റ്റേജ് കമ്പ്യൂട്ടേഷൻസും നമ്മൾ ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. അപ്പം n ഈക്വൽ ടു r⁻m എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ കമ്പ്യൂട്ടേഷൻസ് എവിടം വരെ നമ്മളിത് ചെയ്യണം? ഇപ്പം ഈ കമ്പ്യൂട്ടേഷൻസ് നമ്മൾ എവിടം വരെ ചെയ്യണം? അപ് ടു n ഈക്വൽ ടു r⁻m. m സ്റ്റേജസ് ഓഫ് കമ്പ്യൂട്ടേഷൻസ് ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും. n പോയിൻറ്റ് DFTയിൽ m സ്റ്റേജസ് ഓഫ് കമ്പ്യൂട്ടേഷൻസ് അത്രയും തവണ നമ്മളിതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളതിനെ എങ്ങനെ നമുക്ക് DFT ഇക്വേഷൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് കയ്യിലുള്ള DFTയുടെ ഇക്വേഷനാണ് എക്സ് ഓഫ് k ഈക്വൽ ടു സമ്മേഷൻ n0 ടു n-1 എക്സ് ഓഫ് n ഇൻറ്റു e⁻j2πnk ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്തു? ട്വിഡിൽ ഫാക്ടർ വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പം സമ്മേഷൻ n0 ടു n-1 എക്സ് ഓഫ് n WNNK എന്ന് പറഞ്ഞ് നമുക്കിതിനെ റീപ്ലേസ് ചെയ്യാം. നമ്മൾ എന്താ ചെയ്തത്? എക്സ് ഓഫ് k എന്ന് പറയുന്ന സിഗ്നൽ അല്ലെങ്കിൽ എക്സ് ഓഫ് n എന്ന് പറയുന്ന സിഗ്നലിൽ നമ്മൾ രണ്ട്
ഈവൺ ഓഡ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെയും സ്പ്ലിറ്റ് ചെയ്യാമല്ലോ, എക്സ് ഓഫ് എന്നെ ഈവൺ ഓഡ് ആക്കിയിട്ട്. അപ്പം നമുക്കിതിന് എങ്ങനെ എഴുതാം? എക്സ് ഓഫ് കെ ഈക്വൽ ടു summation n0 to ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ n/2 - 1 എക്സ് ഓഫ് 2n wn, ഇവിടെ എന്നിന് പകരം എന്ത് വരും? 2nk പ്ലസ് summation n0 to n/2 - 1 എക്സ് ഓഫ് 2n plus 1 wn 2n plus 1, എന്നിന് പകരം 2n plus 1 into k എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ ടേമിനെ, ഇത്രയും ടേമിനെ നമുക്കൊന്ന് എഴുതി നോക്കാം. wn 2n plus 1 into k. ഇതെങ്ങനെ വരും? wn 2nk into wnk. ഈ ടേം തന്നെയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. wn/2nk into wnk. സോ നമ്മളിതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഈ ഇക്വേഷൻ നമ്മൾ എഴുതി ഇക്വേഷൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പം summation n0 to n/2 - 1 എക്സ് ഓഫ് 2n wn/2 nk plus summation n equal to 0 to n/2 - 1 x of 2n plus 1 wn/2 nk. ഇതെന്ന് പറയുന്നത് വേറെ പോർഷനായിട്ട് തന്നെ ഇരിക്കട്ടെ, പോർഷൻ വേറെ. അപ്പം ഇവിടെ ഏത് ടേമും കൂടെ വരും? wnk കൂടെ വരും. അങ്ങനെയല്ലേ വരുന്നത്. ഇനി ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? എക്സ് ഓഫ് കെനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? f1 ഓഫ് കെ പ്ലസ് ഇത്രയും ടേംസിനെ f2 ഓഫ് കെ എന്ന് വിളിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് കെ ഈക്വൽ ടു f1 ഓഫ് കെ പ്ലസ് ഇവിടെ ഒരു ടേം ഉണ്ട് wnk f2 ഓഫ് കെ. f1 ഓഫ് കെ പ്ലസ് wnk f2 ഓഫ് കെ. കെയുടെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ വരും? 0, 1 എക്സെട്ര അപ് ടു n-1 വരെ പോസിബിൾ ആണ്. അപ്പം എക്സ് ഓഫ് കെ ഈക്വൽ ടു f1 ഓഫ് കെ പ്ലസ് wnk f2 ഓഫ് കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓരോ വാല്യൂസും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അടുത്ത പേജിൽ പുതിയതായിട്ട് ഇക്വേഷൻ ഒന്നും കൂടെ എഴുതാം. x of k equal to f1 of k plus wnk f2 of k. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു എക്സാമ്പിൾ n ഈക്വൽ ടു 8 എടുക്കാം. n ഈക്വൽ ടു 8 ആണെങ്കിൽ കെയുടെ വാല്യൂ എങ്ങനെ വരും? 0, 1, 2, 3 എക്സെട്ര അപ് ടു n-1 7 വരെ പോസിബിൾ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഓഫ് 0 ഈക്വൽ ടു f1 ഓഫ് 0 പ്ലസ് w80 f2 ഓഫ് 0. ഇനി എക്സ് ഇത് കെ ഈക്വൽ ടു 0 ആവുന്ന കേസിൽ, ദെൻ കെ ഈക്വൽ ടു 1 ആവുന്ന കേസ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഓഫ് 1 ഈക്വൽ ടു f1 ഓഫ് 1 പ്ലസ് w81 f2 ഓഫ് 1. ഇനി കെ ഈക്വൽ ടു 3 ആവുന്ന കേസിൽ എക്സ് ഓഫ് 3 ഈക്വൽ ടു f1 ഓഫ് 3 പ്ലസ് w8 ഇവിടെ 2 നമ്മൾ സ്കിപ്പായിട്ടുണ്ട്. അപ്പം 2 w82 f2 ഓഫ് 2. ദെൻ കെ ഈക്വൽ ടു 3 ആവുന്ന കേസിൽ എക്സ് ഓഫ് 3 ഈക്വൽ ടു f1 ഓഫ് 3 പ്ലസ് w83 f2 ഓഫ് 3 എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്തത് കെ ഈക്വൽ ടു 4. കെ ഈക്വൽ ടു 4 ആകുമ്പോൾ എന്ത് കിട്ടും? എക്സ് ഓഫ് 4 ഈക്വൽ ടു f1 ഓഫ് 4 പ്ലസ് w84 f2 ഓഫ് 4 എന്ന് വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഡി എഫ് ടി നമ്മൾ പീരിയോഡിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡി എഫ് ടി പീരിയോഡിക് ആണെന്ന് പറഞ്ഞാൽ ഡി എഫ് ടി പീരിയോഡിസിറ്റി ഓഫ് ഡി എഫ് ടി നമ്മൾ ഡി എഫ് ടിയുടെ പ്രോപ്പർട്ടിക്കകത്ത് പഠിച്ചിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എഫ് ടിനെ f1 ഓഫ് കെ പ്ലസ് n/2 എന്ന് പറയുന്ന ടേം f1 ഓഫ് കെ ആണ്.
F1 of k plus n by 2 equal to F1 of k. ഇവിടെ നോക്കിയേ, F1 of k plus n by 2. k നമുക്ക് 0 ആക്കിയിട്ട് എടുത്തൂടെ. അപ്പം k 0 ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? അപ്പം സപ്പോസ് k ഈക്വൽ ടു 0 ആണെന്ന് കരുതാം. n ഈക്വൽ ടു നമ്മൾ 8 ആണ് എടുത്തിട്ടുള്ളത്. അപ്പം F1 of 0 plus 8 by 2 4 equal to F1 of ഇവിടെ എന്ത് വരും? 0. കെയുടെ വാല്യൂ 0 അല്ലേ? അപ്പം F1 of 4 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? F1 of 0ക്ക് ഈക്വലാണ്. അപ്പം F1 of 4 എന്ന് പറയുന്നത് F1 of 0ക്ക്. അതേപോലെ F2 of 4 എന്തിന് ഈക്വൽ ആയിരിക്കും? F2 of 0ക്ക് ഈക്വൽ ആയിരിക്കും. DFT പീരിയോഡിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഇതിൻ്റെ ഫേസ് ഫാക്ടറും പീരിയോഡിക് ആണ്. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? WN k plus n by 2 എന്ന് പറയുന്നത് which is equivalent to minus WNK. പീരിയോഡിക് അല്ല. WNK plus n by 2 എന്ന് പറയുന്ന ഫേസ് ഫാക്ടറിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് മൈനസ് WNK. ഓക്കെ, k 0 ആവുന്ന കേസിൽ WN ഇവിടെ 8 by 2 എന്ന് പറയുമ്പോൾ 4 വരും. അപ്പം ഇവിടെ 8 ആണ്. N8 ഈക്വൽ ടു മൈനസ് W8. k എന്താണ് നമ്മളിവിടെ കൊടുത്ത വാല്യൂ? 0. അപ്പം W84 നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് W80 എന്ന് എഴുതാം. അപ്പോൾ ആ രീതിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? F1 of 0 പ്ലസ് W84 മൈനസ് W80. F2 of 4 നമുക്ക് എങ്ങനെ എഴുതാം? F2 of 4 ഈക്വൽ ടു F2 of 0. ഇനി ഇതേപോലെ നമുക്ക് ബാക്കി കേസസ് എഴുതിക്കൂടെ? k ഈക്വൽ ടു 5 ആവുന്ന കേസിൽ നമുക്ക് എന്ത് കിട്ടും? X of 5 ഈക്വൽ ടു ഇതേപോലെ F1 of 5 പ്ലസ് W85 F2 of 5. ഇതിനെ നമുക്ക് പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കിട്ടും? F1 of 1 മൈനസ് W81 F2 of 1 എന്ന് എഴുതാം. അതേപോലെ നമുക്കിനി അടുത്ത ടേംസ് ഏതാ വരുന്നത്? X of 6. X of 6 ഈക്വൽ ടു F2 of 2 മൈനസ് W82 F2 of 2. X of 7 ആണെന്നുണ്ടെങ്കിൽ F2 of 3 മൈനസ് W83 F2 of 3 എന്ന് കിട്ടും. ഇങ്ങനെ നമ്മൾ എവിടം വരെ നമ്മൾ ചെയ്യണം? അപ് ടു n പോയിൻറ്റ് കാൽക്കുലേഷൻസ് നമ്മൾ നടത്തണം. അപ്പോൾ ഇപ്പം ചെയ്തത് എക്സ് ഓഫ് കെ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഈ എക്സ് ഓഫ് കെയിൽ എക്സ് ഓഫ് കെ ഏതിൽ നിന്ന് നമ്മൾ എക്സ് ഓഫ് കെ കണ്ടുപിടിച്ചത്? എക്സ് ഓഫ് എന്നിൽ നിന്നാണ് എക്സ് ഓഫ് കെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും എക്സ് ഓഫ് എന്നിൽ ഈ F1 ഓഫ് കെ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി എന്ത് ചെയ്യണം? അതേപോലെ F1 ഓഫ് n, F2 ഓഫ് 2n ഈവണും ഓടും കണ്ടുപിടിക്കണം. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? V11 ഓഫ് n, V12 ഓഫ് n അതിൻ്റെ DFTs നമ്മൾ കാൽക്കുലേഷൻസ് നടത്താം. ഇനി നമുക്ക് അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് F1 ഓഫ് കെ. ഇതേപോലെ നമുക്ക് F1 ഓഫ് കെ കണ്ടുപിടിച്ചൂടെ? എക്സ് ഓഫ് കെ എഴുതിയ പോലെ. അപ്പം F1 ഓഫ് കെ ഈക്വൽ ടു F1 ഓഫ് കെ എന്ന് പറയുമ്പം ഏതൊക്കെ തമ്മിൻ്റെ കോമ്പിനേഷൻസ് ആണ്? V11 ഓഫ് കെ പ്ലസ് Wn/2k V12 ഓഫ് കെ. നമ്മൾ നേരത്തെ എഴുതുന്നത് എക്സ് ഓഫ് കെ ഈക്വൽ ടു F1 ഓഫ് കെ പ്ലസ് WNK F2 ഓഫ് കെ എന്നായിരുന്നു. പകരം ഇവിടെ എന്ത് എഴുതണം? F1 ഓഫ് കെ ഈക്വൽ ടു V11 ഓഫ് കെ പ്ലസ് Wn/2k V12 ഓഫ് കെ. ഇവിടുത്തെ 4k ഈക്വൽ ടു ഏതൊക്കെയാണ് വാല്യൂസ് വരിക? 0, 1, 2 എക്സെട്ര അപ് ടു n/2 മൈനസ് 1 സാമ്പിൾസ് വരും. ഇതേപോലെ നമുക്ക് എന്ത് എഴുതണം? F2 ഓഫ് കെ ഈക്വൽ ടു V21 ഓഫ് കെ പ്ലസ് Wn/2k V22 ഓഫ് കെ. ഇവിടുത്തെ കെയുടെ വാല്യൂസ് ആണ് 4k ഈക്വൽ ടു 0, 1, 2 എക്സെട്ര അപ് ടു n/2 മൈനസ് 1 വരെ വാല്യൂസ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ഏതാ കണ്ടുപിടിച്ചത്? F1 ഓഫ് കെയും F2 ഓഫ് കെയും. ഇതേപോലെ നമുക്കിനി ഏത് കണ്ടുപിടിക്കണം? V11 ഓഫ് കെ, V12 ഓഫ് കെ, V21 ഓഫ് കെ, V22 ഓഫ് കെ. V11 ഓഫ് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണത്? V11 ഓഫ് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n/4 പോയിൻറ്റ് DFT ഓഫ് നമ്മുടെ നേരത്തെ ബ്രാഞ്ച് വരച്ചതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു n/4 പോയിൻറ്റ് DFT ഓഫ് V11 ഓഫ് n. ഇനി സിമിലർലി V12 ഓഫ് കെ നമുക്ക് എങ്ങനെ എഴുതാം? n/4 പോയിൻറ്റ് DFT ഓഫ്
n by 4 point DFT of V12 of n. Similarly, V21 of k നമുക്ക് എങ്ങനെ എഴുതാം? n by 4 point DFT of n by 4 point DFT of V21 of n. V22 of k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n by 4 point DFT of n by 4 point DFT of V22 of n. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെസിമേഷൻസ് നമ്മളിങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം അപ് ടു എവിടം വരെ നമുക്ക് 2 പോയിൻറ്റ് സീക്വൻസസ് ചെയ്യുന്നത് വരെ. അപ്പോൾ നമ്മൾ ചെയ്തത് ഏതായിരുന്നു? ഒരു എക്സാമ്പിൾ n = 8 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം n = 8 ആണെങ്കിൽ എത്ര കോമ്പിനേഷൻസ് വരെ നമുക്ക് നിർത്താം? ഈ V12 of k എത്താം. കാരണം 8 by 4 2 ആയി. ഇപ്പോൾ 2 പോയിൻറ്റ് സീക്വൻസസ് വരെ നമുക്ക് നിർത്താം. കാരണം n = 2 raised to m. 2 റാഡിക്സ് 2 വരുന്ന കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ അൽഗോരിതത്തിനകത്ത് യൂസ് ചെയ്യുന്നത് റാഡിക്സ് 2 ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ് ടു 2 പോയിൻറ്റ് സീക്വൻസസ് എത്തുന്ന വരെ ഈ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് DIT ഡെസിമേഷൻ ഇൻ ടൈം റാഡിക്സ് 2 FFT അൽഗോരിതത്തിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം ഡെസിമേഷൻ ഇൻ ടൈം അൽഗോരിതത്തിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കമ്പ്യൂട്ടേഷൻസ് നടത്തുന്നത് ടൈമിനകത്താണ്. ടൈം സീക്വൻസസ്, ടൈം ഡൊമെയിൻ സീക്വൻസിലുള്ള ഇൻപുട്ട് വാല്യൂസിനെയാണ് നമ്മൾ ഡെസിമേഷൻ നടത്തുന്നത്. അപ്പം അത് റാഡിക്സ് 2 ആയതുകൊണ്ട് അപ് ടു 2 പോയിൻറ്റ് സീക്വൻസസ് എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമേഷൻസ് നടത്തണം. എന്നിട്ട് ആ 2 പോയിൻറ്റ് സീക്വൻസിൻ്റെ DFT കാൽക്കുലേറ്റ് ചെയ്യും. ഫ്രം ദ DFT ഓഫ് 2 പോയിൻറ്റ് സീക്വൻസസ് 4 പോയിൻറ്റ് DFTs ആർ കാൽക്കുലേറ്റഡ്. ഫ്രം ദ DFT ഓഫ് 4 പോയിൻറ്റ് സീക്വൻസ് 8 പോയിൻറ്റ് സീക്വൻസസ് ആർ കാൽക്കുലേറ്റഡ്. അപ് ടു n വരെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് ഡെസിമേഷൻ ഇൻ ടൈം റാഡിക്സ് 2 FFT അൽഗോരിതത്തിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.